ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിൽക്ക് പേടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പാൽപ്പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മിൽക്ക് പേട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വെറും 5 മിനിറ്റ് മതി. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. മിൽക്ക് പേട ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കപ്പിനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള അളവ് എടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. കാച്ചിയ പാലൊന്നും അല്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ പാലും പാൽപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ പാലും പാൽപ്പൊടിയും നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. പൊടിച്ചത് ചേർക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നോളും. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കാനായിട്ട് പറ്റും. പിന്നെ പാൽപ്പൊടിയൊന്നും കട്ട പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. അപ്പോൾ നെയ്യും കൂടി ചേർക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് നല്ലൊരു പാൽപ്പേട ഉണ്ടാക്കാനായിട്ട് പറ്റുക. അപ്പോൾ പാൽപ്പേടക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ പഞ്ചസാര ചേർത്തതൊക്കെ മെൽറ്റായി വരുമ്പോൾ ഇനി ഇതൊന്നും കൂടെ ലൂസായി വന്നോളും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. കണ്ടോ, അപ്പോൾ പഞ്ചസാര മെൽറ്റായി വന്നപ്പോൾ ഇതൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല തിക്കാവുന്നത് വരെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല തിക്കായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ, അതുവരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ ആവും, അധികം സമയമൊന്നും വേണ്ട. ഇതിപ്പോൾ ഇവിടെ വീണ്ടും തിക്കായി വന്നിട്ടുണ്ട്. അതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാവുന്നത് വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഇതിൻ്റെ പരുവ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കട്ടോ. അപ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റാണ്. അപ്പോൾ ചൂടോട് കൂടി ചെയ്യരുത് കേട്ടോ, കൈ പൊള്ളും. അപ്പോൾ ഒരു ഇത്തിരി കൈ കൊണ്ട് മാറ്റി വെച്ചതിന് ശേഷം വേണം കേട്ടോ ഉരുട്ടി നോക്കാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റണം. അപ്പോൾ അതിന് മുമ്പ് അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ പാൽപ്പേടയുടെ മിക്സ് റെഡിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റണം. അല്ലാതെ നമ്മൾ കുക്ക് ചെയ്ത പാനിൽ തന്നെ വെച്ചിരുന്നാൽ ഇത് വീണ്ടും ഒരു ബ്രൗൺ കളർ ആവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കണം കേട്ടോ. എന്ന് വിചാരിച്ച് നന്നായിട്ട് തണുക്കൊന്നും വേണ്ട. നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം നമുക്ക് പാൽപ്പേടയുടെ ഷേപ്പിലാക്കി എടുക്കാൻ. അപ്പോൾ കുറച്ച് ചൂടോട് കൂടി ചെയ്യാണ് നല്ലത്, എന്നാലാണ് നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇനി നല്ലതൊരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. നല്ലൊരു ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്ക്രാച്ചൊന്നും ഇല്ലാതെ ഉരുട്ടാൻ നോക്കുക. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് ഡിസൈൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈന് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഞാൻ ഇതിന് ഡിസൈന് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനെ സ്ട്രെയിനർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഇതിന് ഡിസൈൻ കൊടുക്കാനായിട്ട് പറ്റും. അതിനിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈന് കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ടൂത്ത് പിക്ക് വെച്ചിട്ടും ഇതിന് ഡിസൈൻ കൊടുക്കാം കേട്ടോ. ടൂത്ത് പിക്കോ അല്ലെങ്കിൽ വല്ല ഈർക്കിളിയൊക്കെ ഉപയോഗിച്ചിട്ടും ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് സ്ട്രെയിനർ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, ആ ഒരു ഡിസൈൻ കാണാനും ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പാൽപ്പേട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര എളുപ്പത്തിൽ നമുക്ക് പാൽപ്പേട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ദീപാവലിയൊക്കെ അല്ലേ വരുന്നത്, കടയിൽ നിന്നൊന്നും പാൽപ്പേട വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ മറ്റൊരു ദീപാവലി സ്വീറ്റ്സ് റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്